എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു 37 വർഷത്തിന് ശേഷം കിരീടത്തിന്റെ ഓർമ്മകൾ ഇത്രയും ഗ്രാൻഡായിട്ട് വീണ്ടും നമുക്ക് പുതുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല, ആ ഒരു കൂട്ടായ്മയിൽ ശ്രീ മോഹൻലാൽ, പാർവതി എന്ന് വേണ്ട അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും, എൻ്റെ പാർട്ണറായ ഉണ്ണി, സിബി, ഞങ്ങളെല്ലാവരും തന്നെ അതിനകത്ത് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട്. അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഇവിടെ കുറേ പേര് നമ്മൾ വിട്ടുപോയ കഥ സിബി ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ്. ശരിക്കും ഞാനും ഉണ്ണിയും അന്നേ സുഹൃത്തുക്കളാണ്. അങ്ങനെ വളരെ കാഷ്വലായിട്ട് സംസാരിച്ച് വന്നൊരു വിഷയമാണ്, നമുക്കൊരു സിനിമ എടുത്തുകൂടി, അപ്പോൾ ആരെ വെച്ചെടുക്കും എന്നുള്ളതായി അടുത്ത്. അങ്ങനെ വന്നപ്പോഴേക്ക് വേറെ ആരുമില്ല. അന്ന് ഞങ്ങൾ വളരെ കോമൺ സുഹൃത്താണ് ശ്രീ മോഹൻലാൽ. അങ്ങനെ തീരുമാനിക്കുകയും കൃപ ഫിലിംസ് എന്നൊരു ബാനർ രജിസ്റ്റർ ചെയ്യുകയും, കൃപ എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, കൃഷ്ണകുമാറും പണിക്കരും കൂടി ചേർന്നാണ് കൃപ എന്നുള്ള ബാനർ തന്നെ അന്ന് ഇട്ടത്. അങ്ങനെ നേരെ മോഹൻലാലിനെ അന്ന് തൂവാനത്തുമ്പികളുടെ സെറ്റിൽ തൃശ്ശൂർ പോയി കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ അത്രയും നമ്മളോടുള്ള സൗഹൃദമുള്ളതിന്റെ പേരിൽ ശരി ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, 1-2 വർഷം വെയിറ്റ് ചെയ്ത് വരും. ഇതാണ് നമ്മൾ ആദ്യം കേട്ട ഡയലോഗ്. പക്ഷെ ഞങ്ങൾ 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്താണ് 89-ൽ പിന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അതിന് സഹകരിച്ച ആദ്യം ഇതിന് ഡേറ്റ് തന്ന് ഞങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് ജീവൻ നൽകിയ ശ്രീ മോഹൻലാലിനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് തന്ന് നമുക്ക് ആ ചിത്രത്തിന് അടിത്തറ ഉണ്ടാക്കി തന്ന ശ്രീ ലോഹിദാസ് നമ്മളെല്ലാം വിട്ടുപോയി. അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. പിന്നെ ഈ സിനിമ ഇത്രയും വിജയകരമാക്കി തീർത്തത് വേറെ ആരുമല്ല, സിബി മലയിൽ തന്നെയാണ്. ഏറ്റവും ലിമിറ്റഡ് ബഡ്ജറ്റിൽ അന്നത്തെ കാലാവസ്ഥയിൽ ആ സിനിമയ്ക്ക് കൊടുക്കാവുന്ന മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ വളരെ നൈസായിട്ട് സിനിമ എടുത്ത സിനിമ ഏറ്റവും വിജയ ചരിത്രങ്ങൾ കുറിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. പിന്നെ അത് അബ്രവാളിയിൽ പകർത്തണമെങ്കിൽ ഒരാൾ വേണം. അത് കുമാറിന്റെ ജോലി വളരെ ഭംഗിയായിട്ട് നടത്തി. അങ്ങനെ നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരോടും പറയേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിനകത്ത് ഒറ്റ പാട്ടേ ഉള്ളൂ. ആ പാട്ട് പാടിയത് വേറെ ആരുമില്ല, നമ്മുടെ ശ്രീകുട്ടനാണ്. ശ്രീകുട്ടന്റെ ആ പാട്ട് നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ വരെ കിട്ടി. ശ്രീ മോഹൻലാലിന്റെ നാഷണൽ റെക്കഗ്നിഷൻ കിട്ടി. ഞങ്ങളുടെ കിരീടം എന്ന ചിത്രത്തിലൂടെ ഞാനും ഉണ്ണി നല്ലൊരു തുടക്കം കുറിച്ചു. പിന്നെ നമ്മുടെ പാർവതി ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ശേഷമാണ് നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഭാഗമായിരുന്ന എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ഇങ്ങനെ ഒരു തോട്ട് വന്നതും ഈ റീമാസ്റ്ററിങ് എന്നൊരു സംഭവം വന്നത് തന്നെ പുതിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ ഇനി വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ TV-യിൽ കണ്ടിട്ട് കാര്യമില്ല. ശ്രീ മോഹൻലാൽ എന്തായിരുന്നു അന്നത്തെ കാലത്ത്, എന്തായിരുന്നു നിന്റെ അച്ഛനാടാ പറഞ്ഞേ കത്തി താഴെടാ തിലകേച്ചാൻ പറഞ്ഞ ഡയലോഗ്, അതെല്ലാം ആ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കാണണം, കേൾക്കണം. താങ്ക് യു വെരി മച്ച്.